തിരുവനന്തപുരം ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പ്രതികളായ 5 പോലീസുകാരെയും ഹൈക്കോടതി വെറുതെ വിട്ടു. 1ഉം 2ഉം പ്രതികളുടെ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ചയാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. 2005 സെപ്റ്റംബർ 27-നാണ് ഉദയകുമാർ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത്. ശ്യാം ദേവരാജ് തന്നെ ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ഉദയകുമാർ ഉരുട്ടിക്കൊല കേരളം ഏറെ ചർച്ച ചെയ്ത കേസാണിപ്പോൾ. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണോ, അതും സിബിഐ അന്വേഷണം ശരിയായ രീതിയിലല്ലാത്തത് കൊണ്ട് പ്രതികളെ വിട്ടയക്കേണ്ടി വന്നു എന്ന നിഗമനത്തിലേക്കാണോ കോടതി എത്തുന്നത്? ഇതിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണമായി പുറത്തു വരുന്നത് അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റി എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിലെ പ്രതികളായ 4 പോലീസുകാരെ, ഇതിൽ ആകെ 5 പ്രതികളുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരണപ്പെട്ടു, 3ആം പ്രതിയാണ് മരണപ്പെട്ടത്. മറ്റ് 4 പോലീസുകാരെയും ഹൈക്കോടതി വെറുതെ വിടുന്നത് അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് ഹൈക്കോടതി വിലയിരുത്തുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തുന്നത് 2005 സെപ്റ്റംബർ മാസം 27-നാണ് ഉദയകുമാർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 1ഉം 2ഉം പ്രതികളുടെ വധശിക്ഷ നേരത്തെ വിചാരണ കോടതി വിധിച്ചിരുന്നു. ആ DCRB ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഡിവൈഎസ്പി ആയ ജിതകുമാറിന്റെയും ഒപ്പം നർക്കോട്ടിക് സെല്ലിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ SP ശ്രീകുമാർക്കുമാണ് വധശിക്ഷ വിധിച്ചത്. ഈ വധശിക്ഷ ഇതിനൊപ്പം തന്നെ റദ്ദാവുകയാണ്. കാരണം വെറുതെ വിടുമ്പോൾ തന്നെ ഈ കേസിൽ അവരുടെ വധശിക്ഷയും റദ്ദാവുകയാണ്. നേരത്തെ 2018 ജൂലൈ മാസം 24-നാണ് കേസിൽ 5 പോലീസുകാരും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചത്. കേസിൽ 3ആം പ്രതിയായ പോലീസുകാരൻ കിളിമാനൂർ സ്വദേശി സോമൻ നേരത്തെ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. ഈ കേസിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ എത്തുമ്പോഴാണ് ഈ പോലീസുകാർക്ക് ആശ്വാസകരമായ ഒരു നടപടി കോടതിയിൽ നിന്നുണ്ടാകുന്നത്. മോഷണ കുറ്റം ആരോപിച്ചാണ് 2005 സെപ്റ്റംബർ മാസം 27-ന് പകൽ 2 മണിക്ക് ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് അന്നത്തെ ഫോർട്ട് CI ആയിരുന്ന EK സാബുവിന്റെ പ്രത്യേക സ്ക്വാഡിലുള്ള പോലീസുകാരാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആക്രിക്കടയിൽ ജോലിക്കാരനായിരുന്നു ഉദയകുമാർ. പോലീസ് കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്നത് വലിയ അതിഭീകരമായ 3ആം മുറയാണ്. അത് അക്കാലഘട്ടത്തിൽ നമ്മൾ മാധ്യമങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം അങ്ങേയറ്റം ഒരു മനുഷ്യ ശരീരത്തിന്മേൽ പോലീസുകാർ ചെയ്യാവുന്ന അങ്ങേയറ്റം ക്രൂരമായ 3ആം മുറയാണ്. ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും ഉരുട്ടിയുമാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു CBIയുടെ കുറ്റപത്രം. കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദയകുമാറിനെ കസ്റ്റഡിയെടുത്ത് കൊലപ്പെടുത്തിയതെന്ന് അന്ന് CBI കണ്ടെത്തിയിരുന്നു. ജിതകുമാർ, ശ്രീകുമാർ, സോമൻ എന്നീ പോലീസുകാർ ചേർന്നാണ് ഉദയകുമാറിന് മേൽ 3ആം മുറ പ്രയോഗിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ അന്നുണ്ടായിരുന്നത്. ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് GI പൈപ്പ് കൊണ്ട് ഉദയകുമാറിന്റെ തുടയിൽ മാരകമായി അടിച്ചു. രാത്രി 8 മണിയോടെയാണ് ഉദയകുമാർ ഈ 3ആം മുറയ്ക്ക് ശേഷം മരിക്കുന്നത്. തുടർന്ന് SI അജിത് കുമാറും CI EK സാബുവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ ഉദയകുമാറിനെതിരെ ഒരു കള്ളക്കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. കൈകൾ കെട്ടാൻ ഉപയോഗിച്ച തോർത്ത്, അടിച്ച ചൂരലും എന്നിവ തെളിവടക്കം ഇവർ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ACP TK ഹരിദാസും ഗൂഢാലോചനയിൽ പങ്കാളിയായി. ഇതിനുശേഷമാണ് ASI രവീന്ദ്രൻ നായരും ഹെഡ് കോൺസ്റ്റബിൾ ഹീരാലാലും മോഷണക്കുറ്റത്തിന് വ്യാജ FIR ഉണ്ടാക്കുന്നത്. ഉദയകുമാറിനെ പ്രതിയാക്കി വ്യാജ FIR ഉണ്ടാക്കുന്നത്. പ്രതികൾ തയ്യാറാക്കിയ കരട് FIR രവീന്ദ്രൻ നായർക്കും ഹീരാലാലിനും കൈമാറിയായിരുന്നു. കള്ളക്കേസ് ചാർജ് ചെയ്ത ശേഷം ഇതിന്റെ കരടടക്കം നശിപ്പിക്കുകയും ചെയ്തു. അസിസ്റ്റന്റ് റൈറ്റർ മധുസൂദനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡും തയ്യാറാക്കിയിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് അന്ന് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുടർന്നാണ് 2 കള്ളസാക്ഷികളെ സൃഷ്ടിച്ച് സംഭവ ദിവസം വൈകിട്ട് 4-ന് അറസ്റ്റ് ചെയ്തതായി വ്യാജ മാസമുണ്ടാക്കിയത്. മാപ്പുസാക്ഷികളായ ഹെഡ് കോൺസ്റ്റബിൾമാരായ തങ്കമണി, N രാമചന്ദ്രൻ, ഷീജാകുമാരി, സജിത എന്നിവരെ പ്രതികൾ ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിലാണ് 2005 സെപ്റ്റംബർ 30-ന് പോസ്റ്റ്മോർട്ടം ഉദയകുമാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3 ദിവസങ്ങൾക്ക് പുറം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് ഉരുട്ടിക്കൊലപാതകമാണ് എന്ന് തിരിച്ചറിയുന്നത്. ശരീരത്തിൽ വലിയ മാരകമായ മുറിവുകളടക്കം ചതഞ്ഞതടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. 2005 ഒക്ടോബർ മാസം 3-നാണ് ഏതാണ്ട് 1 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികളായ 2 പോലീസുകാർ നെയ്യാറ്റിൻകര സ്വദേശി ശ്രീകുമാറും വഴുതക്കാട് സ്വദേശി ജിതകുമാറും കീഴടങ്ങുന്നത്. ആദ്യം ഈ കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചാണ്. തുടർന്ന് പേട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 3 പേർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു. 300 പേജുള്ള കുറ്റപത്രമാണ് ആദ്യം ക്രൈംബ്രാഞ്ച് നൽകിയത്. ഇതിൽ പിന്നീട് 2007 ഒക്ടോബർ 17-നാണ് CBI കേസ് ഏറ്റെടുക്കുന്നത്. അതിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ വിജയകുമാർ, കോൺസ്റ്റബിൾ അനിൽകുമാർ എന്നിവരെ CBI പിന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 2017 ജൂൺ 27-ന് ഉരുട്ടിക്കൊല കേസിന്റെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിചാരണ വേഗത്തിലാക്കാൻ
2016 ഹൈക്കോടതി ഉത്തരവിട്ടത്. ശരി. ഉദയകുമാർ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. 2005 സെപ്റ്റംബർ 7 ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് മോഷണക്കേസിൽ പിടികൂടിയതാണ് ഉദയകുമാറിനെ. പിന്നീട് നടന്ന ഉരുട്ടിക്കൊല കേരളം ഏറെ ചർച്ച ചെയ്താണ്. വർഷങ്ങൾക്കിപ്പുറം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്.